ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് പ്രതികൂലമായി ബാധിച്ചാൽ. ഹായ്, നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ പുതിയ സിലബസ് വന്നിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുന്നവർക്ക് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മുഴുവൻ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. അതേപോലെ തന്നെ ആ ടോപ്പിക്കുകൾ ഏതാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ഏരിയാസൊക്കെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒരു സംഘത്തിലെ അംഗങ്ങൾക്കിടയ്ക്ക് കാണപ്പെടുന്ന സ്വീകരണ പ്രവണതയും തിരസ്കരണ പ്രവണതയും അളക്കുവാൻ ഉപയോഗിക്കുന്ന ദത്തശേഖരണ തന്ത്രം. ഒരു സൊസൈറ്റി അല്ലെ ഒരു സംഘത്തിനകത്തെ അവരുടെ ഐക്യം എത്രത്തോളം ഉണ്ട്, അവരുടെ ഇടയിൽ എത്രത്തോളം അകലമുണ്ട്, ഇതൊക്കെ കണ്ടെത്താനായിട്ട് ക്ലാസ് മുറികളിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. അത് അഭിമുഖമാണോ, സമൂഹവിധിയാണോ, പരിശോധനയാണോ, ക്രിയാ ഗവേഷണമാണോ? ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. സൈക്കോളജിയിലെ മനഃശാസ്ത്രത്തിൽ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, ഉപാധികളെക്കുറിച്ചൊക്കെ ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അഭിമുഖമോ പരിശോധനയോ ക്രിയാ ഗവേഷണമോ ഒന്നുമല്ല, മറിച്ച് സമൂഹമിതി, സോഷ്യോമെട്രിയാണ്. സമൂഹനിധി. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സോഷ്യോമെട്രിയിൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു സമൂഹത്തിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ ഒരു സംഘത്തിനിടയിലുള്ള അംഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ആ ഒരു രീതികൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠനം നടത്തി കഴിയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള ആളെ സ്റ്റാർ എന്ന് വിളിക്കും. പരസ്പരം തിരഞ്ഞെടുത്തിട്ടുള്ള 2 പേരെ ദ്വന്ദ്ങ്ങൾ എന്ന് വിളിക്കും. അതുപോലെ തന്നെ 3 പേര് പരസ്പരം വന്ന ക്ലിക്കുകൾ എന്ന് വിളിക്കും. ഒരുപാട് പേര് പരസ്പരം ഒരു വലയം പോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അവരെ ഗ്യാങ്ങുകൾ എന്ന് വിളിക്കും. ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്തവരെ നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റഡ് ആണ് എന്ന് പറയും. അവരെ ആരും പരിഗണിക്കാത്തവരാണ് എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം വളരെ പ്രധാനമായിട്ടും ജെ.എൽ. മൊറീനോ ഇൻട്രൊഡ്യൂസ് ചെയ്ത കൺസെപ്റ്റാണ് ഈ പറയുന്ന സമൂഹമിതി എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഇനിയും പ്രതീക്ഷിക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ ഇവയെ ചുരുക്കി നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ബോർഡ് മാസ് എന്ന റൂൾ പഠിപ്പിക്കുമായിരുന്നു അല്ലേ? ഇങ്ങനെ ആദ്യാക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് കൃത്രിമമായി പദങ്ങൾ നിർമ്മിക്കുന്ന രീതി. അപ്പോൾ അത് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇത്തരത്തിൽ കൃത്രിമമായിട്ട് ആദ്യാക്ഷരങ്ങളെ ചേർത്തിട്ട് പദങ്ങൾ രൂപീകരിക്കും. ഒരുപാട് സ്ഥലങ്ങളിൽ, സയൻസിലൊക്കെ ഒരുപാട് സ്ഥലത്ത് നമ്മളത് ഉപയോഗിക്കാറുണ്ട് സ്കൂൾ ലെവലിൽ. ഈ രീതിയെ വിളിക്കുന്നത് അക്രോസ്റ്റിക്സ്, അക്രോണിംസ്, സൂചക പദരീതി, ചങ്കിങ്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്ന ആ രീതിക്ക് പറയുന്ന പേര് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അക്രോണിംസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്ക് അവിടെ എടുക്കാനായിട്ട് സാധിക്കുക. അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. അടുത്ത ചോദ്യം ഏതാ? അധ്യാപകരിൽ നിന്നും ശകാരം ഏറ്റുവാങ്ങുന്ന കുട്ടികൾ സ്കൂളിലെ പല സാധനങ്ങളും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. കുട്ടികളിൽ കാണുന്ന ഈ വൈകാരിക രൂപ മാതൃകയ്ക്ക് പറയുന്ന പേരെന്ത്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് അല്ലേ? നമ്മുടെ സൈക്കോളജിയിലെ മനഃശാസ്ത്രത്തിലെ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അതിൽ ആകുലത, ഈർഷ്യ, കോപം, ആദേശിക കോപം. ഇതിൽ ഏത് മനഃശാസ്ത്ര ഡിഫൻസ് മെക്കാനിസമാണ്, പ്രതിരോധ തന്ത്രങ്ങളാണ് ഇതിനകത്ത് ആൻസറായിട്ട് വരിക? അത് ആദേശിക കോപമാണ്. ആദേശിത കോപം എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു സ്ഥലത്തുണ്ടാകുന്ന ദേഷ്യം മറ്റൊരു സ്ഥലത്ത് പോയി തീർക്കുന്നു, ആ രീതിയാണ്. അതല്ല ഇവിടെ കുട്ടികൾ ചെയ്യുന്നത്. അധ്യാപകരിൽ നിന്നുള്ള ശകാരം ഏറ്റുവാങ്ങി കുട്ടികൾ സ്കൂളിലെ പൈപ്പോ അല്ലെങ്കിൽ അവിടുത്തെ പാത്രങ്ങളൊക്കെ എടുത്ത് എറിയുന്നു, തല്ലിപ്പൊട്ടിക്കുന്നു. ഇതൊക്കെ ആദേശിത കോപത്തിന് ഉദാഹരണമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് എപ്പോഴും ചോദ്യം വരുന്നതാണ്. താഴെ പറയുന്നവയിൽ പഠന ശൈലിയുമായി ബന്ധമില്ലാത്തത്. പല പഠന ശൈലികളുണ്ട്, പല രീതിയിൽ പഠിക്കാൻ പറ്റും. അതിൽ ബന്ധമില്ലാത്തവരാണ് ഇവിടെ കിടപ്പുണ്ട്. വേഗത്തിൽ പഠിക്കുന്നവർ, കണ്ടു പഠിക്കുന്നവർ, കേട്ടു പഠിക്കുന്നവർ, ചെയ്തു പഠിക്കുന്നവർ. കണ്ടു പഠിക്കുന്നവരുണ്ട്, കേട്ടു പഠിക്കുന്നവരുണ്ട്, ചെയ്തു പഠിക്കുന്നവരുണ്ട്. പക്ഷെ അതിനകത്തൊന്നും വരില്ല. വേഗത്തിൽ പഠിക്കുന്ന ഒരു ആശയം അവിടെ പഠന രീതിക്കകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രചനാന്തര പ്രജനന വ്യാകരണം കാണുമ്പോൾ തന്നെ ഓർമ്മ വരണം. ഈ ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ നോം ചോംസ്കി, പിയാഷെ, സ്കിന്നർ, ബ്രൂണർ. ആരാണ്? രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയം നമുക്ക് മുമ്പിലേക്ക് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? അതേപോലെ തന്നെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന LAD ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം നോം ചോംസ്കിയാണ്. എത്രയോ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഭാഷ പഠിക്കാനുള്ള ഒരു ഉപാധി നമ്മുടെ തലച്ചോറിൽ തന്നെ ഉണ്ട്. അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്നുള്ള ആശയത്തിൽ അദ്ദേഹം പറയുന്നത്. അതേപോലെ രചനാന്തര പ്രജനന വ്യാകരണം എന്ന ആശയമൊക്കെ നോം ചോംസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം താഴെ പറയുന്നവയിൽ ഏതാണ്?
പരിപക്വനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം. പരിപക്വനം എന്ന് പറഞ്ഞാൽ എന്താ? മച്ചുറേഷൻ അല്ലെ, പ്രായത്തിനകത്ത മച്ചുറേഷൻ. ബസ് ഓടിക്കുക, വീണ വായിക്കുക, ഇരിക്കുക, നീന്തുക. അപ്പൊ ബന്ധപ്പെട്ട പ്രവർത്തനം ഏതാണെന്നാണ് പരിപക്വനം. പരിപക്വത്തിനനുസരിച്ച് വരാനായിട്ടുള്ളത്. ബസ് ഓടിക്കുന്ന ഏത് പ്രായത്തിന് അല്ലെങ്കിൽ ഏത് പക്വത വരുമ്പോഴാണ്, അങ്ങനെയൊന്നുമില്ല. വീണ വായിക്കുക എന്നുള്ളത് അങ്ങനെയില്ല, നീന്തുക എന്നുള്ളതും അങ്ങനെയല്ല. പക്ഷെ ഇരിക്കുക എന്നുള്ളത് കറക്റ്റ് പരിപക്വനത്തിനനുസരിച്ച് തന്നെ സംഭവിക്കുന്നതാണ്. ഓപ്ഷൻ സി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അപ്പോൾ പരിപക്വനം എന്താണെന്ന് ആദ്യം അറിയണം, എങ്കിലേ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് എന്ന് തിരിച്ചറിയണം. അടുത്ത ചോദ്യം നോക്കൂ. വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീതം നീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായി വിഭജിച്ചത്? റൂസോ, ജോൺ ഡൂയി, പൗലോ ഫ്രയർ, കൊമേനിയസ്. അപ്പോൾ മനഃശാസ്ത്രത്തിലേതുപോലെ തന്നെ ഫിലോസഫേഴ്സിന്റെ കണ്ടെത്തലുകൾ, തത്വശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സ് നമുക്ക് തന്നിട്ടുള്ള ചിന്തകൾ, അത് വളരെ പ്രാധാന്യത്തോടും നഴ്സറി സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ച് വരാറുണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ 6 വർഷം വീണ്ടു നിൽക്കുന്ന 4 തരം വിദ്യാലയങ്ങളായിട്ട് വിഭജിക്കുന്നത് അത് കൊമേനിയസിന്റെ ആശയമായിരുന്നു എന്ന് മനസ്സിലാക്കണം. റൂസോയും ജോൺ ഡൂയും പൗലോ ഫ്രയറും ഒക്കെ ആവർത്തിച്ച് ചോദ്യങ്ങളിൽ വരാറുള്ള ആൾക്കാർ തന്നെയാണ്. ഇവിടുത്തെ ഉത്തരം കൊമേനിയസ് ആണ് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. ഒരു പെൻസിലിനെ റോക്കറ്റായി സങ്കല്പിച്ച് കളിക്കുന്ന കുട്ടി പിയാഷയുടെ വൈജ്ഞാനിക വികാസഘട്ടത്തിൽ ഏതിനെ പ്രതിനിധാനം ചെയ്യുന്നു? പെൻസിലിന് റോക്കറ്റ് ആകുകയാണ്. അപ്പൊ ജീവനില്ലാത്തവയ്ക്കും ജീവനുള്ളവരുടെ സ്വഭാവം അസ്യൂം ചെയ്യുകയാണ് കുട്ടി. അങ്ങനെ വരുന്നത് ഐന്ദ്രിക ചാലഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ചാലഘട്ടം എന്ന് അതിന് പറയാറുണ്ട്. അതോ ആശയദാന പൂർവ്വഘട്ടം, ഊഹനഘട്ടം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം? ഇതിലേതാണ് ഇത്തരത്തിൽ ജീവനുള്ളവരുടെ സ്വഭാവം നമ്മൾ കാണിക്കുന്ന? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഒരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനം മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് പ്രതികൂലമായി ബാധിച്ചാൽ ശൂന്യ സംക്രമണം, അധിക സംക്രമണം, ന്യൂന സംക്രമണം, ലംബ സംക്രമണം. അതായത് ഒരു വിഷയത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെയോ പഠനം അത് മറ്റൊരു വിഷയത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ പഠനത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുകയാണെങ്കിൽ അത് ഏതായിരിക്കും വരിക? അത് ന്യൂന സംക്രമണമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് നമുക്കവിടെ എടുക്കാനായിട്ട് സാധിക്കുക. 19ാം നൂറ്റാണ്ട് ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരുടെ പ്രവർത്തനങ്ങളുടെ മുൻനിർത്തിയാണ്? അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്നുള്ള രീതിയിൽ വരാൻ കാരണം ശിശുക്കളെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റവല്യൂഷണറി തോട്ട്സ് നമുക്ക് മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ഫ്രോബലാണോ, മുഹമ്മദ് ഇക്ബാലാണോ, മരിയ മോണ്ടിസോറിയാണോ, സ്വാമി വിവേകാനന്ദനാണോ? അത് ഫ്രോബലാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. വൈദിക കാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സാദൃശ്യം വഹിക്കുന്ന ബുദ്ധമതത്തിലെ ചടങ്ങ്? ഉപനയനം, വൈദികകാല വിദ്യാഭ്യാസത്തിലെ ഉപനയനം എന്ന ചടങ്ങിനോട് സാദൃശ്യമുള്ള ബുദ്ധമതത്തിലെ ചടങ്ങ് ഏതാണ്? ഉപസമ്പാദന, പബ്ബജ, സമാവർത്തനം, മടലേറൽ. ഇതിലേതാണ്? അറിഞ്ഞിരിക്കണം, പബ്ബജയാണ്. പബ്ബജ. ഉപനയനവും പബ്ബജയും ഒരേ കാലഘട്ടത്തിൽ വരുന്നതാണ്. 2 ഫിലോസഫിയിലെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ പൗലോ ഫ്രയറുമായി ബന്ധമില്ലാത്തത് ഇത്? പൗലോ ഫ്രയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നൽകിയ ബ്രസീലിൽ ജനിച്ച ഒരു തത്വശാസ്ത്രജ്ഞനായിരുന്നു, ഫിലോസഫർ ആയിരുന്നു. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ്, കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം, ദി സ്കൂൾ ആൻഡ് സൊസൈറ്റി, പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ. അപ്പോൾ പൗലോ ഫ്രയറുടെ പുസ്തകങ്ങളെ കുറിച്ച് അറിയണം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. ഇവിടെ അതിൽ ബന്ധം വരാത്തത് ദി സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചിന്തയല്ല, അദ്ദേഹത്തിന്റെ കൺസെപ്റ്റും അല്ല, അദ്ദേഹത്തിന്റെ പുസ്തകമല്ല. ബാക്കിയെല്ലാം പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകം, ആവർത്തിച്ച് ചോദ്യം വന്നിട്ടുള്ള ഒരു മേഖലയാണ്. പെഡഗോഗി ഓഫ് ദ ഒപ്രസ്ഡ് ആരുടെയാ? പൗലോ ഫ്രയറുടെ പുസ്തകമാണ്. കൾച്ചറൽ ആക്ഷൻ ഫോർ ഫ്രീഡം അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു. പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷനും അതെ, പക്ഷേ ദി സ്കൂൾ ആൻഡ് സൊസൈറ്റി അദ്ദേഹത്തിന്റെ പുസ്തകമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യ ഘടകം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചത്? ഇൻസൈറ്റ് ലേണിങ്ങിന്, പഠനത്തിൽ ഇൻസൈറ്റ് ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തത് ആരാണ്? അത് ചേഷ്ടാവാദം, ഘടനാവാദം, മാനവികതാവാദം, ജസ്റ്റാർട്ട് മനഃശാസ്ത്രം. പഠനത്തിൽ അന്തർദൃഷ്ടിയാണ് മുഖ്യ ഘടകം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചത് ജസ്റ്റാർട്ട് മനഃശാസ്ത്രമാണ്. മുഖ്യ ഇതായിട്ട് അന്തർദൃഷ്ടി, ഇൻസൈറ്റിന് പ്രാധാന്യം കൊടുത്തത് ജസ്റ്റാർട്ട് മനഃശാസ്ത്രമാണ്. വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള കുട്ടികളുടെ പെരുമാറ്റം സവിശേഷതകൾ നിരീക്ഷിച്ച് ലഭിക്കുന്ന വസ്തുതകൾ അപ്പപ്പോൾ കുറിച്ചിടുന്ന ദത്തശേഖരണ ഉപകരണം. നോക്കുക, വിദ്യാലയത്തിനകത്തും പുറത്തുമുള്ള കുട്ടികളുടെ പെരുമാറ്റ സവിശേഷതകൾ നിരീക്ഷിച്ചാൽ ലഭിക്കുന്ന വസ്തുതകൾ അപ്പപ്പോൾ കുറിച്ചിടുന്നത് ഏത് രേഖയിലാണ്? ഉപാഖ്യാന രേഖയിലാണോ, സഞ്ചിത രേഖയിലാണോ, ഇൻവെന്ററിയിലാണോ, ചോദ്യാവലിയിലാണോ? ഉപാഖ്യാന രേഖയാണ്. സവിശേഷ കാര്യങ്ങളൊക്കെ, പ്രത്യേക കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് ഉപാഖ്യാന രേഖ. ആ കുട്ടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും A to Z എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നതാണ് സഞ്ചിത രേഖ എന്നൊക്കെ പറയുന്നത്. അപ്പം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്, തെറ്റിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതാണ്. ബ്രാഹ്മണ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന ആദ്യഘട്ടം ഗാർഹസ്ഥ്യമാണോ, വാനപ്രസ്ഥമാണോ, ബ്രഹ്മചര്യമാണോ, സന്യാസമാണോ? ഏത് ഘട്ടത്തിലാണ്?
ആദ്യഘട്ടം ഏതാണ്? ബ്രാഹ്മണ കാലഘട്ടത്തിൽ ബ്രഹ്മചര്യമാണ് ആദ്യഘട്ടം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പം അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ നിയമിച്ച ഗവർണർ ജനറൽ. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പുതിയ സിലബസിൽ കുറേയൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ഏത് മേഖലയിൽ നിന്നാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുക. മെക്കാളയാണോ, വില്യം ഹണ്ടർ ആണോ, സർ ചാൾസ് വുഡ് ആണോ, റിപ്പൺ പ്രഭു ആണോ? ആരാണ് ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ നിയമിച്ച ഗവർണർ ജനറൽ? അത് റിപ്പൺ പ്രഭു ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം നോക്കൂ. 1957 കേരള വിദ്യാഭ്യാസ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് സി അച്യുതമേനോൻ, ജോസഫ് മുണ്ടശ്ശേരി, CH മുഹമ്മദ് കോയ, കെ കരുണാകരൻ. അപ്പോൾ കേരള എഡ്യൂക്കേഷണൽ റൂളൊക്കെ പിന്നീട് വരുന്നുണ്ട്. KER ഒക്കെ 58 കാലഘട്ടത്തിലൊക്കെ വരുന്നു, 59 അതൊക്കെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് 57 ഈ വിദ്യാഭ്യാസ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അത് ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റാണ്. ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. സഹവർത്തിത പഠനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? സഹവർത്തിത പഠനം നോക്കാം. വിവരങ്ങൾ സ്വീകരിക്കുവാൻ മാത്രം കഴിവുള്ളവനായി പഠിതാവിനെ കാണുന്നു. ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളത്. സംവാദത്തിന് പ്രാധാന്യം നൽകുന്നു. അധ്യാപകരും പഠിതാക്കളും അറിവ് പങ്കുവയ്ക്കുന്നു. ഇതിലേതാണ് സഹവർത്തിത പഠനവുമായിട്ട്? സഹവർത്തിതം എന്ന് പറഞ്ഞാൽ പരസ്പരം ചേർന്നൊക്കെ ചെയ്യുന്നല്ലേ. അവിടെ വിവരങ്ങൾ സ്വീകരിക്കുവാനുള്ള മാത്രമുള്ള കഴിവുള്ളവനായി പഠിതാവിനെ കാണുന്നില്ല. പരസ്പരം പങ്കുവയ്ക്കും. ജ്ഞാനനിർമ്മിതിവാദത്തെ അടിസ്ഥാനമാക്കിയാണ് സംവാദത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അധ്യാപകരും പഠിതാക്കളും അറിവ് പങ്കുവയ്ക്കുന്ന രീതിയുണ്ട്. അല്ലാണ്ട് ജസ്റ്റ് വിവരങ്ങൾ സ്വീകരിക്കാൻ മാത്രം കഴിവുള്ളവനായിട്ട് പഠിതാവിനെ കാണുന്ന ഒരു രീതി അല്ല ഈ പറയുന്ന സഹവർത്തിത പഠനത്തിനകത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്ത 23ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയത് ഏത് കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? കോത്താരി കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം 1968 പിന്നെ 86 വരുന്നുണ്ടല്ലേ. അതിൽ ആദ്യത്തേത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമാണ്? കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായി പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയങ്ങളും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേരെന്താണ്? നോക്കൂ. വ്യതിവ്യാപനം, ലംബസംക്രമണം, പാർശ്വസംക്രമണം, മാനസിക വ്യതിവ്യാപനം. അധ്യാപകന്റെ വ്യക്തിത്വം പഠിതാക്കളുടെ വ്യക്തിത്വത്തിലേക്ക് പകരുകയും തുടർച്ചയായി പരസ്പര സമ്പർക്കം വഴി അബോധമായി തന്നെ അറിവും ആശയവും ലയിച്ചു ചേരുന്ന പ്രക്രിയയ്ക്ക് മനഃശാസ്ത്രത്തിൽ പറയുന്ന പേര് നമ്മൾ മാനസിക വ്യതിവ്യാപനം എന്ന് പറയും. മാനസിക വ്യതിവ്യാപനം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത നോക്കൂ. പിയാഷയുടെ ഇന്ദ്രിയ ചാലകഘട്ടത്തിന് സമാനമായുള്ള ബ്രൂണറുടെ ഘട്ടം. പിയാഷയുടെ ഇന്ദ്രിയ ചാലകഘട്ടത്തിന് സമാനമായുള്ള ബ്രൂണറുടെ ഘട്ടം. ഇപ്പൊ പിയാഷയുടെ ഘട്ടങ്ങൾ അറിയണം, ആ ഘട്ടങ്ങളുടെ സ്പെഷ്യാലിറ്റി അറിയണം. ബ്രൂണറുടെ ഘട്ടങ്ങൾ അറിയണം, ബ്രൂണറുടെ ഘട്ടങ്ങളുടെ സ്പെഷ്യാലിറ്റി അറിയണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്, പഠിച്ചു വെക്കണം. ഇത് രണ്ട് സമാനമായിട്ട് വരുന്ന ഏത് ഘട്ടത്തിലാണ്? ബിംബന ഘട്ടത്തിലാണോ, പ്രതീകാത്മക ഘട്ടത്തിലാണോ, പ്രവർത്തന ഘട്ടത്തിലാണോ, പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണോ? അത് പ്രവർത്തന ഘട്ടത്തിലാണ്. ഓപ്ഷൻ സി ആണ്. ഏതിനാ സമാനമാ? ഇന്ദ്രിയ ചാലകഘട്ടത്തിന് സമാനമായിട്ട്. പിയാഷയുടെ ആദ്യത്തെ ഘട്ടമാണ് ഇന്ദ്രിയ ചാലകഘട്ടം. ആ ഓരോ ഘട്ടങ്ങളും പ്രാധാന്യത്തോടെ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ് എന്നറിയുക. അടുത്ത ചോദ്യം നോക്കാം. മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഫ്രോയിഡ്, എറിക്സൺ, ആൽബർട്ട് ബെന്തൂര, എലിസബത്ത് ഹാർലോക്ക്. ആരാണ് മാനസിക അപഗ്രഥന സിദ്ധാന്തം ആവിഷ്കരിച്ചത്? അത് ഫ്രോയിഡ് ആണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഫ്രോയിഡിന്റെ വളരെ പ്രധാനപ്പെട്ട സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് മാനസിക അപഗ്രഥന സിദ്ധാന്തം. അതുപോലെ ഈഗോ, സൂപ്പർ ഈഗോ, സൈക്കോ സെക്ഷൽ തിയറി, ഇതെല്ലാം ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന മേഖലയാണ്. പഠിച്ചിരിക്കണം. സിഗ്മണ്ട് ഫ്രോയിഡും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിന്റെ സിദ്ധാന്തം. ശ്രമപരാജയ പഠനം, ക്ലാസിക്കൽ അനുബന്ധനം, പ്രവർത്തനാനുബന്ധനം, ജസ്റ്റാർട്ട് മനഃശാസ്ത്രം. പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിന്റെ സിദ്ധാന്തം ഏതാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഒപ്പാരൻ കണ്ടീഷനിങ് വേറെയാ, മറന്നു പോകരുത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ആരുടെയാ? പഠനവുമായി ബന്ധപ്പെട്ട പാവ്ലോവിന്റെ സിദ്ധാന്തമാണ്. ഈ അനുബന്ധന സിദ്ധാന്തങ്ങളിൽ ആദ്യത്തേതായതുകൊണ്ടാണ് അതിനെ ക്ലാസിക്കൽ സിദ്ധാന്തമൊക്കെ അല്ലെങ്കിൽ ക്ലാസിക്കൽ അനുബന്ധനം എന്നുള്ള പേരിലൊക്കെ അത് അറിയപ്പെടുന്നത്. വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞനാര്? കണ്ടോ, എത്രയോ പേരുണ്ടല്ലേ, ഒരുപാട് മനഃശാസ്ത്രജ്ഞരുണ്ട്, അവരുടെ ആശയങ്ങളുണ്ട്, അവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അതിൽ നിന്ന് ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ആൽബർട്ട് ബെന്തൂര, ബെഞ്ചമിൻ ബ്ലൂം, ബ്രൂണർ, ടോൾമാൻ. വൈജ്ഞാനിക ഭൂപടം എന്ന ആശയം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ അത് ടോൾമാൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 29ാമത്തെ ചോദ്യം നോക്കൂ. ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതിയുടെ കർത്താവ്. വെറൈറ്റി ചോദ്യമായിരുന്നു, അങ്ങനെ ശ്രദ്ധിക്കാതെ പോയൊരു ചോദ്യമായിരുന്നു പലരും. ഡോക്ടർ ടി.കെ. മുഹമ്മദ്, എ. ശ്രീധരമേനോൻ, പ്രൊഫസർ തായാട്ട് ശങ്കരൻ, ഡോക്ടർ പി.കെ. ഗോപാലകൃഷ്ണൻ.
ഇന്ത്യൻ വിദ്യാഭ്യാസം നൂറ്റാണ്ടുകളിലൂടെ എന്ന കൃതി ആരെഴുതിയതാ? പ്രൊഫസർ തായാട്ട് ശങ്കരന്റെ കൃതിയാണ്. ഓപ്ഷൻ സി ആയിരുന്നു ആ ആൻസർ ആയിട്ട് വന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ബോധനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയത്തിൽ നിന്ന് എപ്പോഴും ചോദ്യം വരും. പഠിച്ചു വെക്കേണ്ട ഒരു ഏരിയയാണ് മൂല്യനിർണ്ണയം. ഒരുപാട് ചോദ്യങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട്. വർഗീകരണം, സ്പഷ്ടീകരണം, ഉദ്ദേശാധിഷ്ഠിത മൂല്യനിർണ്ണയം, നിരന്തര മൂല്യനിർണ്ണയം. മുൻകൂട്ടി നിശ്ചയിച്ച ബോധനോദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് ഉദ്ദേശാധിഷ്ഠിത മൂല്യനിർണ്ണയം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരിക. അധ്യാപകൻ ഒരു കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും വിശ്വാസ്യമായ മൂല്യനിർണ്ണയ ഉപാധി നിരീക്ഷണം, മുഖാമുഖം, സമൂഹമിതി, വ്യക്തിപഠനം. അധ്യാപകന് ഒരു കുട്ടിയെ സമഗ്രമായി പഠിക്കുന്നതിന് ഏറ്റവും വിശ്വാസ്യമായ മൂല്യനിർണ്ണയ ഉപാധി എന്ന് പറയുന്നത് ഏതാണ്? നമുക്ക് നോക്കാം. വ്യക്തിപഠനമാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കൂ. ഒരു നല്ല ശോധകത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? വസ്തുനിഷ്ഠത, വ്യക്തിപരത, സമഗ്രത, സാധുത. ഒരു നല്ല ശോധകം, ഒരു നല്ല ടെസ്റ്റിനുണ്ടാവേണ്ട ക്വാളിറ്റി പറയുന്നതിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. വ്യക്തിപരത എന്നുള്ളത് അവിടെ വരില്ല. വസ്തുനിഷ്ഠമായിരിക്കണം, സമഗ്രമായിരിക്കണം, സാധുത ഉണ്ടായിരിക്കണം. പക്ഷേ വ്യക്തിപരത എന്ന് പറയുന്ന ഒരു ആശയം അവിടെ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ. കൊച്ചുകുട്ടികൾ ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ഇളക്കി ബഹളം വെക്കുന്നത് ഇത് വ്യക്തമാക്കുന്നത് വികസനം അനുസ്യൂത പ്രക്രിയയാണ്, വികസനം ക്രമാനുഗതമാണ്, വികാസഗതി സാമാന്യ പ്രതികരണങ്ങളിൽ നിന്ന് വിശേഷ പ്രതികരണങ്ങളിലേക്ക് എന്ന ക്രമത്തിൽ വികാസത്തിന് വ്യക്തിമായ ഒരു ദിശയുണ്ട്. വികാസ തത്വങ്ങൾ ചോദ്യം ഉറപ്പാ. വികാസ തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ആദ്യമൊക്കെ ശരീരം മുഴുവൻ ഉപയോഗിച്ചായിരുന്നു പ്രതികരിക്കുന്നതെങ്കിൽ പിന്നീട് സൂക്ഷ്മപേശികൾ ഉപയോഗിക്കാൻ തുടങ്ങും. കുട്ടികൾ ദേഷ്യം വരുമ്പോൾ ശരീരം മുഴുവൻ ഇളക്കി ബഹളം വെക്കുന്നു ആദ്യ സമയത്തല്ലേ, പിന്നീട് അത് കുറഞ്ഞു വന്നിട്ട്. അപ്പോൾ ആദ്യം പ്രധാനപ്പെട്ട ഒന്നാണ് വികാസഗതി സാമാന്യ പ്രതികരണങ്ങളാണ് ആദ്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വിശേഷ പ്രതികരണങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് എന്നുള്ള ഓർഡറും അവിടെ നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. 35ാമത്തെ ചോദ്യം. സർഗശേഷി അളന്നു നിർണ്ണയിക്കുവാൻ സഹായകമായ മാനകീകൃത ശോധകം. സർഗശേഷി അളക്കാൻ ക്രിയേറ്റിവിറ്റി, ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്, കുണ്ടൂസ് ന്യൂറോട്ടിക് പേഴ്സണാലിറ്റി ഇൻവെന്ററി, പ്രകരണ സംപ്രത്യക്ഷണ പരീക്ഷ, പദാനുബന്ധ പരീക്ഷ. ഇവിടെ പേരിൽ തന്നെ കിടപ്പുണ്ടല്ലോ, പിന്നെ തെറ്റേണ്ട കാര്യമുണ്ടോ? ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ആണ്. ടോറൻസ് ടെസ്റ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി സർഗാത്മകത അവിടെ കിടപ്പില്ലേ? യെസ്, അത് വെച്ച് തന്നെ അതിൻ്റെ ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു 35 ചോദ്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അതിൽ ആ ക്വസ്റ്റ്യൻ കണ്ട ഓരോ മേഖലയും വിശദമായി പഠിക്കാൻ ശ്രമിക്കുക. എൻട്രി ആപ്പിനകത്ത് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ കോഴ്സ് റണ്ണിങ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഈ പുതിയ സിലബസിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും എൻട്രിയുടെ ആപ്പിൽ നിങ്ങൾക്ക് ഇനി അവൈലബിൾ ആകും. സോ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് എത്താൻ ശ്രമിക്കുക. എൻട്രി നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. എല്ലാവർക്കും ആശംസകൾ. നന്ദി.